ബിഗ് ബോസ് സീസൺ 7 അവിടെയുള്ള കണ്ടസ്റ്റൻസിൻ്റെ അഭിപ്രായം അവർ ഗ്രൂപ്പായിട്ട് കൂടി ആലോചിച്ച് പരസ്പരം നുണകൾ പറയുന്ന ഒരേ ഒരു കാര്യമുള്ളൂ. അവർ സ്ഥിരം കണ്ടന്റ് ഉണ്ടാക്കണം. അതേ കാര്യം അനിമോളെ വെച്ചിട്ട്. അനിമോളില്ലേ അവിടെ കണ്ടന്റ് ഇല്ല. അനിമോളാണ് അതിനകത്തുള്ള പരദൂഷണക്കാരുടെ കണ്ടന്റ്. അനിമോളെ വെച്ച് ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും ഒരുപാട് വിഷയങ്ങളായി. അനിമോള് മിണ്ടാതെ നടക്കുകയാണ്. ശൈത്യയുടെ വിഷയം വന്നതിന് ശേഷം അത്രയ്ക്ക് ആത്മാർത്ഥമായിട്ട് ഈ അനിമോള് ശൈത്യയെ സ്നേഹിച്ചു. എന്തും തുറന്നു പറയാൻ ഒരു കൂട്ടുകാരി ഉണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് എല്ലാം അനിമോള് ശൈത്യയുടെ അടുത്ത് പറയുമായിരുന്നു. ശൈത്യ എന്തോ ചെയ്ത് ഇവിടെ കേൾക്കണ കാര്യം അപ്പുറത്തെ എന്ന് പറഞ്ഞ്, അപ്പുറത്ത് കേൾക്കണ കാര്യം ഇപ്പുറത്ത് പറഞ്ഞ്, അങ്ങനെ ശൈത്യയെ ചാടി ചാടി നിന്ന് അനിമോളെ, സത്യം പറഞ്ഞ അനിമോളെ വഞ്ചിക്കുകയാണ് ചെയ്തത്. അവൾ ഇങ്ങോട്ട് പറഞ്ഞിട്ടാണ്. അവർ പരസ്പരം അങ്ങനെയാണല്ലോ. ഒരു കുടുംബം ഇപ്പോൾ 10-20 പേരുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ ഒരേ അഭിപ്രായക്കാരായിരിക്കൂല. അവർ സ്നേഹം കൊണ്ട് എന്തെങ്കിലും പറയും. ഈ ബിഗ് ബോസിനകത്ത് അനിമോള് ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് ശൈത്യയായിരുന്നു, കട്ടപ്പയായിരുന്നു. അപ്പോൾ ഈ ശൈത്യ പരദൂഷണം പറയണ ഞങ്ങളെല്ലാവരും പറയുമായിരുന്നു. ഇത് ഈ അനിമോളെ കാര്യം ചെന്ന് അങ്ങോട്ട് പറയുമ്പോൾ നോക്കിയാണ് കട്ടപ്പ തന്നെ, വിഷം തന്നെ എന്ന് നമ്മൾ ഓരോരുത്തരും പറഞ്ഞു കാണുമായിരിക്കും. അതുപോലെ ഞാനും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അനിമോളെ കാര്യങ്ങൾ ആവശ്യമില്ലാതെ ഓരോ സ്ഥലത്ത് ചെന്ന് ഇങ്ങനെ പറയുന്നുണ്ട്. ഉള്ളത് പോലും ആയിരിക്കൂല, കയ്യിൽ നിന്നിട്ടൊക്കെയാണ് പറയണത് പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഇത് അനിമോൾ അറിഞ്ഞ്, അനിമോക്ക് കുറച്ചൊക്കെ മനസ്സിലായി. അതിന് ഇപ്പം പറയണതേനും വൈൽഡ് കാർഡ് കയറിയതിന് ശേഷമാണ് അനിമോളെ സ്വഭാവം മാറിയത് എന്ന്. ഒരിക്കലും അല്ല. അനിമോൾ അത് മനസ്സിലാക്കിക്കൊണ്ടേ ഇരുന്ന് ശൈത്യയുടെ സ്വഭാവം നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് അനിമോളും വിചാരിച്ചത്. അങ്ങനെ പതുക്കെ അനിമോള് ശൈത്യയെ അങ്ങോട്ട് മാറ്റി. അനിമോളിപ്പോൾ ഒറ്റപ്പെട്ടത് കണക്കാണ് നടക്കണ. ഒരാൾ കൂടെ ഒന്ന് സംസാരിക്കാനോ അങ്ങനെയൊന്നുമില്ല. പിന്നെ ആദിലുണ്ട്. ആദിലെ പക്ക നുണച്ചി. ആദിലേയും അതുപോലെ നൂറ പക്ക നുണച്ചി. നൂറ ആദ്യമൊക്കെ ഒന്ന് സൈലൻ്റ് ആയിട്ട് അനിമോളെ അടുത്ത് ഇരിക്കുമായിരുന്നു. ശൈത്യ അനിമോളിൽ നിന്ന് അകന്നു പോയതിന് ശേഷം നൂറ ഒന്ന് അടുത്തൊക്കെ ഇരിക്കുമായിരുന്നു. പിന്നെ നൂറയിൽ നിന്നും ആദില ഒരേ കാര്യങ്ങൾ, അനിമോളെ കാര്യങ്ങൾ പിടിച്ചെടുക്കാൻ ശ്രമിച്ചു, പിടിച്ചെടുത്തു. പിന്നെ അതിന് ശേഷം ആദില ഇങ്ങനെ നടക്ക്, എന്താ റെഡി അവിടെ സംസാരിച്ച, എടി അനു ഇനി വാടി, എന്താ റെഡി അവിടെ സംസാരിച്ച. ഇതാണ് ആദിലയുടെ സ്വഭാവം. അഴുക്ക സ്വഭാവമുള്ള ആദില. ശൈത്യയെ കാട്ടിയും കഷ്ടമാണെന്നേ എനിക്ക് പറയാനുള്ളൂ. ഇന്നലെ ഞാൻ വേറൊരു കാര്യം കണ്ടു. എവളുണ്ടല്ലോ ചില്ലൂർ, അനിമോളെ ശല്യം ചെയ്തുകൊണ്ടിരുന്ന ചില്ലൂർ വന്നിട്ട് നൂറേരുടെ അടുത്ത് പറയുവാണ്, ശൈത്യ അനിമോളെ കൂടെ നിന്നപ്പോൾ ശൈത്യയ്ക്ക് വോട്ടുണ്ടായിരുന്നു, അനിമോളെ സപ്പോർട്ട് ശൈത്യയ്ക്ക് പോയി. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, നൂറ ആദിലേരടുത്ത് പറയണം ശൈത്യമായിട്ട് കൂട്ടുകൂടാ. എങ്ങനെ ഉണ്ട്, നീയൊക്കെ സ്വന്തമായിട്ട് നിന്ന് പ്രേക്ഷകരിൽ നിന്ന് നീയൊക്കെ വോട്ട് വാങ്ങിക്കാൻ നോക്ക്, അല്ലാതെ ഇങ്ങനെയല്ല പറയാനുള്ളൂ. ഒരു കുട്ടിയെ എത്രത്തോളം മാനസികമായിട്ട് തകർക്കാൻ പറ്റുമോ ആ ബിഗ് ബോസിനകത്ത്. സത്യത്തിൽ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ബിഗ് ബോസ് സീസൺ കാണുന്നത്. അതും ചിലപ്പോൾ കാണുമായിരിക്കും, കുറച്ച് നേരമൊക്കെ വഴക്ക് കൂടും, അങ്ങനെയൊക്കെ ആയിരിക്കും, ശരിയായിരിക്കും, ഗെയിമിൻ്റെ ഭാഗമായിട്ടായിരിക്കും. ഇത് പിന്നെ നിരന്തരം കൂട്ടത്തോടെ അറ്റാക്ക് ചെയ്യുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഈ അനിമോൾക്ക് അത് തിരിച്ച് മറുപടി പറയാൻ, ഒന്നി നീ പോടോ, ഈ ഒരു വാക്കാണ് ആ കുട്ടിക്ക് വരണത്. അല്ലെങ്കിൽ നീ എടി എന്ന് വിളിക്കുക, നിൻ്റെ വീട്ടിൽ നിൻ്റെ ഭാര്യയെ ചെന്ന് വിളി, അത് പറയണ ഒരു തെറ്റുമില്ല. സാധാരണ എടി എന്ന് വിളിക്കുന്നത് ഭാര്യകാരെ തന്നെയാണ്. കൂടുതലും നിരന്തരം ഇങ്ങനെ ഒരു കാര്യവും ഇല്ലാതെ ഒരാൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ട് അത് സോൾവ് ചെയ്യണ നേരത്ത് അടുത്ത കൂട്ടത്തോടെ ഇല്ല തേനീച്ച കൂട് വയ്ക്കുമല്ലോ, കടന്തൽ കൂട് വെക്കുന്നണക്കാണ് ഇങ്ങോട്ട് വന്ന് ആ ഒരു പെൺകുട്ടിയെ അറ്റാക്ക് ചെയ്തത്. അതിൻ്റെ പേരിലാണ് ഒത്തിരിയെങ്കിലും പ്രതികരിച്ചിട്ടുള്ളത്. ചില്ലൂർ പറഞ്ഞു കൊടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് ശൈത്യ ഇപ്പം പിന്മാറിയല്ലോ, അനിമോൾ അടുത്തുനിന്ന് മാറി, കൂട്ടുമാറി. അതുകൊണ്ട് ആദിലേരടുത്ത് പറഞ്ഞ് അനുമോളെ കൂടെ കൂട്ടുകൂടായി. അനുമോള് കൂട്ടുകൂടാത്തതാണ് നല്ലത്. അനുമോൾ അങ്ങനെ നടക്കട്ടെ, അതാണ് നല്ലത്. ഈ ആദില പക്ക കള്ളി എന്ന് വെച്ചാൽ പക്ക ഫ്രോഡാണ് ഈ ആദില പറയണത്. ആദില പരദൂഷണം പറച്ചിലാണ്. ഷാനവാസുമായിട്ടിരുന്ന് പരദൂഷണം പറയുന്നത്. ഷാനവാസിൻ്റെ ചെവിയിലൊക്കെ അനുമോളെ പറ്റി പറഞ്ഞിരിക്കുന്നതൊക്കെ വെറും അങ്ങേ അറ്റത്തെ തരമാണ്. ഈ അനുമോക്ക് ഷാനവാസിനെ നല്ലതുപോലെ അറിയാം. ചേട്ടാന്ന് വിളിച്ചാൽ അത്രയും, ഷാനാസിക്കാന്ന് വിളിച്ചാൽ അത്രയും വിളിക്കില്ല, ആ കണക്കിനാണ് വിളിച്ചത്. പക്ഷേ ഇടയ്ക്ക് ഷാനവാസ് ഇടപെട്ടിട്ടുണ്ട്.
അതിൻ്റെ ഇരട്ടിയാണ് ആദില പാര വെച്ച് കൊടുക്കണം. എന്തിനാണ് പൊന്നാദില നീ ഇങ്ങനെ പാര വെക്കുന്നത്? നിനക്കൊക്കെ എന്തോന്ന് കിട്ടും? അപ്പം ഇനിയിപ്പോൾ അതാണ്, ഇനി അനുമോളെ അടുപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മിണ്ടി തുടങ്ങും. എന്നിട്ട് എടി അവരെന്തേര് പറഞ്ഞ് പറയടിയാനു എടി പക്ക കള്ളികൾ, ഇതുപോലെയുള്ള കള്ളികളില്ല. ഇതിനെയൊക്കെ ഇറക്കി വിടാനുള്ള സമയം കഴിഞ്ഞു. ബിഗ് ബോസിനകത്ത് നിന്ന് ഇറക്കി വിടാനുള്ള സമയം കഴിഞ്ഞു. ആദില പറയുന്ന ഇത്തിരി വാക്ക് കേൾക്കാം. നൂറായിട്ടിരുന്ന് ചർച്ച നടത്തണതാണ്, അതൊന്ന് കേട്ടു നോക്കാം. ഞാനിപ്പോൾ ഇനി ആലോചിക്കുക, ഒന്നത്ര ദിവസം വല്ല എനിക്കുന്നിടത്തോളം എനിക്ക് എൻ്റെ മനസാക്ഷിക്ക് നിരക്കുന്ന രീതിക്ക് എനിക്ക് കൊടുക്കാൻ പറ്റുമോ ഞാൻ നോക്കുന്നത്. അതിപ്പോൾ സ്ക്രീൻ സ്പേസിൽ കുറഞ്ഞാലും ഇല്ലെങ്കിൽ എന്നാലും പോയാലും ഞങ്ങളുടെ ടീംസ് കൗണ്ട് ചെയ്യപ്പെടേണ്ടതാണ്. അത് എത്ര പേര് വന്നേക്കുന്നത്, എത്ര പേരെ വിഷയം പോകുന്നതെന്ന് അറിയാൻ പാടില്ല. രണ്ടിൽ കൂടുതൽ ചിലപ്പോൾ പോവാം. പക്ഷേ ഇനിയിപ്പോൾ ഞാനാണെങ്കിൽ എനിക്കെൻ്റെ ബെസ്റ്റോ എവളെ എടുത്ത് കളയണം അതിനകത്തുനിന്ന്. എത്ര പേര് പോകുമെന്നൊന്നും അറിയാൻ പറ്റില്ല. ഇനി ബാക്കിയൊക്കെ എന്നെ സംബന്ധിച്ച് വേറെ ആർക്കുമല്ല. അതുകൊണ്ട് കുറേ കാര്യങ്ങൾ എനിക്ക് യോജിച്ച് പോകാൻ പറ്റുന്നില്ല. പറ്റാത്തത് അങ്ങനെ തന്നെ പറഞ്ഞു. മനസ്സിലായോ? പക്ഷെ ഞാനത് ആരുടെങ്കിലും പറയുകയാണെങ്കിൽ അത് പച്ചത്തിലേ പറയത്തുള്ളൂ. അതൊരു കുശുമ്പ് അല്ലെങ്കിൽ ഒരു സ്വകാര്യം പറഞ്ഞോട്ട് ഞാൻ പറയില്ല. അവൾ കേട്ടാലും എനിക്ക് കുഴപ്പമില്ല. ഇവിടെ പോവുകയാണെങ്കിൽ ഞാൻ നിർത്തില്ല. കാരണം അവൾ എന്നോട് പറഞ്ഞ കാര്യങ്ങളല്ല, നമ്മളോടും ഇവിടെ എല്ലാവരോടും പറഞ്ഞ കാര്യങ്ങൾ. അതിനെന്ത്, ഒരു കാര്യമാകുമ്പോൾ അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും. ഒരു ഗെയിം ആകുമ്പോൾ മറ്റൊരു ഗ്രൂപ്പ് കളിക്കുമ്പോൾ അതല്ലെങ്കിൽ അവരങ്ങനെ കളിക്കണം ഇങ്ങനെ കളിക്കണം ഒരേ കാര്യങ്ങൾ പറയാം. അതിനിപ്പോൾ ഇത്ര അറ്റത്തോളം അവൾ പറയാൻ തേരിയിരിക്കണം. എടി നീ എത്രത്തോളമൊക്കെ പറഞ്ഞാലും ആദില നൂറ ഈ അനുമോളെ സ്നേഹിക്കണവർ അനുമോക്ക് തന്നെയാണ് വോട്ട് കൊടുക്കുന്നത്. അതിനൊരു ചാടിക്കളിയില്ല. നീ ഇനിയിപ്പോൾ എത്ര ചെന്ന് അനുമോളെ അടുത്ത് ചെന്ന് നിന്ന് വീണ്ടും ശൈത്യ കാണിച്ചത് കണക്ക്, ശൈത്യ വോട്ടിന് വേണ്ടിയാണ് കാണിച്ച, അനുമോളെ സപ്പോർട്ട് അവ കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാണിച്ചാലും അനുമോളെ സ്നേഹിക്കണത് ഒരു അനുമോക്ക് തന്നെ വോട്ട് കൊടുക്കുക. അതൊരു പാവം കൊച്ചാണ്. അത് നിൻ്റെ കണക്കിടന്ന് കൊളകൊളാന്ന് അതിന് സംസാരിക്കാൻ പാവം. സത്യം പറഞ്ഞാൽ അതിൻ്റെ സംസാരം അങ്ങനെയാണ്. അതിൽ വിടാന്ന് നിൽക്കും. മനസ്സിനകത്ത് അതിന് സ്നേഹവും. ബാക്കിയൊക്കെ വരുമ്പോൾ ഞാൻ പിടിക്കും. അതെനിക്കത് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ പറഞ്ഞാൽ മുട്ടി പോകുന്നുണ്ട് അവള്. ഇങ്ങനെ കുലയാവേണ്ട കാര്യമില്ല. അവളും വിളിക്കുകയാണ് കുലയാവണ്ട കുലസ്ത്രീ. എടി നീയൊക്കെ ഒരു പെണ്ണ് തന്നെ, ഒരു പെൺകുട്ടിയെ നീയൊക്കെ എന്തെല്ലാം വിളിക്കുന്നു? കുലസ്ത്രീ. നേരം വെളുത്ത് ഓരോന്ന് കുളിക്കേയില്ല നനയ്ക്കേയില്ല. ഇനി എനിക്ക് പറയാമല്ലോ, വൃത്തിയില്ലാത്ത സാധനങ്ങൾ. ഇപ്പം വന്നിരിക്കുന്നത് ജിസയിൽ പറഞ്ഞതാണ്. ജിസയിൽ അമ്മാവി ജയിലിൽ കിടന്ന നീ അങ്ങോട്ട് രാവിലെ കുളിച്ച് നനച്ച് ഒരുങ്ങിയല്ലേ നീ ഇതിനകത്ത് കയറുള്ളൂ, പാചകത്തിന് കയറുക. അതെന്തേരു കാരണം? സാധാരണ കുളിച്ച് വൃത്തിയായി തന്നെ കയറാനുള്ളത്, കുളിച്ച് വൃത്തിയായി തന്നെ പാചകം ചെയ്യുക. അല്ലാതെ പല്ലും തേക്കാതെ കുളിക്കാതെയും വന്ന് കഷത്തങ്ങോട്ട് ചപ്പാത്തി ഉരുട്ടി ആ വിയർപ്പങ്ങോട്ട് തുടച്ചിട്ട് വെച്ചല്ലേ നീയൊക്കെ ബാക്കിയുള്ളവർക്ക് ചപ്പാത്തി അടിച്ചു കൊടുത്താ. അതിൻ്റെയൊക്കെ ഈ രേണുവിനൊക്കെ ചിലപ്പോൾ ക്ഷീണം അതായിരിക്കും. കഷത്ത് വിയർപ്പ് ഇരുന്ന കഷ അവൾ ചൊറിയണം. ആ ഉരുട്ടിയ മാവ് വരെ എടുത്ത് അവൾ കഷത്ത് കയറ്റിയിട്ട് അളിച്ചിട്ട് അവൾ അത് പരത്തി ചപ്പാത്തി ഉണ്ടാക്കി. പിന്നെ അവൾ കറി കോരി കുടിക്കണം. ആരെങ്കിലും അങ്ങനെ കോരി കുടിച്ച കറണ്ടി സ്പൂണ് തിരിച്ച് കഴുകാതെ കറി വീണ്ടും ഇളക്കിയിട്ട് വീണ്ടും അതിനെ നെവിന് കറി കോരി കൊടുത്ത് നെവിനും ഇങ്ങനെ കുടിക്കുന്നുണ്ട്. നെവിൻ കുടിച്ചതിന് ശേഷം ആ സ്പൂണൊന്ന് കഴിവാവട്ട് ചെയ്യാതെ അവൾ അതിനകത്തിട്ട് കലക്കണ്. ജിസയിൽ അതിനുശേഷം ജിസയിൽ മെനിങ്ങാന്ന് ജിസയിൽ കാണിച്ചതാണ്. വീണ്ടും ജിസയിൽ ചായ കറി കോരുന്നുണ്ട്. കറി കോരിയിട്ട് വീണ്ടും ജിസയിൽ കുടിക്കുന്നുണ്ട്. അതിട്ട് ഇളക്കുന്നുണ്ട്. ആ തുപ്പലും എല്ലാമാണ് ബാക്കിയുള്ളവർക്ക് കൊടുത്തത്. എനിക്കറിയാൻ എനിക്ക് രണ്ട് എക്സ്ട്രീമേ ഉള്ളൂ. ഒന്നെങ്കിൽ മിണ്ടും അല്ലെങ്കിൽ മിണ്ടൂല. നീ പോടി, നീ മിണ്ടണ്ട. നീ മിണ്ടാതിരിക്കണേണ് നല്ലടി. നിന്നെ എനിക്ക് ഇഷ്ടമായിരുന്നു. പക്ഷേ നീ പക്കാ നുണച്ചി. ഈ ആദിലേക്ക് എടുത്ത് കളയേണ്ട സമയം. ഈ ആദിലേക്കൊക്കെ ആരാന്തോ വോട്ട് ചെയ്യണം എവളെയൊക്കെ. മിണ്ടാത്തൊരു മനുഷ്യനാണ് ഇവിടെ വന്നേക്കുന്നതല്ലേ അതുവരെ. അതിലിങ്ങനെ അല്ല. ആദിലിങ്ങനെ അല്ലെന്ന് മനസ്സിലായി. ആ ഉമ്മായെ ആ വീട്ടിലുള്ളവരെ വേദനിപ്പിച്ചിട്ടല്ലേ ആദില ഇത് ഇണക്കിറങ്ങിയ ആ നൂറേയും വിളിച്ചുകൊണ്ട് ഇറങ്ങിയത്. ആദിലിങ്ങനെ അല്ലെന്ന് നമുക്ക് മനസ്സിലായല്ലോ, ലോക ജനങ്ങൾക്ക് മനസ്സിലായി. അതിന് നൂറേരെ കഥ പറയുന്നുണ്ട്, അവരെ കുട്ടിക്കാല കഥകൾ. അപ്പം നൂറ ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കഥ നൂറ പറയണം. നമുക്ക് അതൊന്ന് കേൾക്കാം. ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ 2 വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല. എൻ്റെ പാർട്ട്ണറിനോടും എൻ്റെ രണ്ടാമത്തെ അനിയത്തിനോടും അല്ലാതെ ഞാൻ വേറെ ആരോടും പറഞ്ഞിട്ടില്ല. ഒരു 8th 9th
ഈ രണ്ടാമത്തെ അനിയത്തി അന്ന് ഒരു കുഞ്ഞായിരുന്നു രണ്ടാമത്തെ അനിയത്തി കേട്ടാ. അപ്പം ഇവള് 8ലോ 9ലോ പഠിക്കുന്ന സമയത്താണ് അവള് 2 പ്രാവശ്യം അബ്യൂസ് പീഡനം. എൻ്റെ പൊന്നു നൂറ, നിന്റെ ഈ തള്ളൽ ഇതിൽ വന്നിരുന്ന് നീ വോട്ടിന് വേണ്ടി എന്തെല്ലാം നീ കാണിച്ചു കൂട്ടണ നൂറ, പറയേ. ആ ഒരു ടൈമിൽ എങ്ങനെയാണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ സൗദിയിൽ നിന്ന് ഞാൻ ട്യൂഷനൊക്കെ പോവുമായിരുന്നു. ആ ഒരു ടൈമിൽ എന്താ പറയുക, നമ്മൾ പാവാടയും പാവാടയും കുപ്പായും ഒക്കെയാണ് ഇട്ടുകൊണ്ട് പോണത്. എന്തേരി പറയണോന്ന് അറിയാൻ വയ്യ. പഠിപ്പിച്ച് പറഞ്ഞു കൊടുത്താരാണ്? ആദില പഠിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. ഈ കഥ പറയുമ്പം ഇങ്ങനെയുള്ള കഥ പറയണം. ഇനി എന്തായാലും നൂറ കഥ പറയുമ്പം നൂറേരെ വീട്ടുകാർ പറയൂലല്ലോ, ഓ ഇതല്ലെങ്കിൽ ഇങ്ങനെയാണ് ഇതൊന്നും നടന്നിട്ടില്ല എന്ന് പറഞ്ഞ് വരൂലെന്ന്. അവൾക്ക് എന്തായാലും അറിയാം. അവരാരും വരൂല. അവരെ കളഞ്ഞപ്പോഴേ അങ്ങ് കളഞ്ഞ്. ദൈവം ഉണ്ടല്ലോ മോളിലൊരാൾ നിൽക്കേലേ. ആ നൂറേരെ ഉമ്മ കിടന്ന് കാണിച്ചു കൂട്ടി നൂറെ പിടിച്ച് വണ്ടിക്കകത്ത് ഇടാനൊക്കെ പെട്ട പാട്, എന്തെല്ലാം വേല കാണിച്ച് ആ ഉമ്മായെയും വാപ്പായെ അത്രയ്ക്ക് ആ വാപ്പ സ്നേഹിച്ചെന്ന് വാപ്പ സ്നേഹിച്ചെന്ന് പറയുന്നുണ്ട്. ഇപ്പം എന്താ എല്ലാ കഥകളും കൂടെ പറഞ്ഞ് എന്തിനാണ് ഇവിടെ വോട്ട് ജനങ്ങളിൽ നിന്ന് കിട്ടണം, ഇങ്ങനെയുള്ള സങ്കടം പറഞ്ഞാലല്ലേ വോട്ട് കിട്ടുള്ളൂ. എന്തിനാണ് ഇങ്ങനത്തെ കഥകൾ വന്നിരുന്ന് പറയണം? നിങ്ങൾ നടന്നെങ്കിൽ നടന്ന സത്യം പറയേ. ഈ കുട്ടി നൂറ പതറുന്നുണ്ട്. ഇത് വെറുതെ നുണയാണ്, ഇത് കള്ളം, പച്ച കള്ളമാണ്. നൂറയുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് നിന്ന് പതറാണ്. ഇത് പറയണോ പറയണ്ടേ? ഇത് മനസാക്ഷിക്ക് നിരക്കണതാണോ നിരക്കാത്തതാണോ എന്ന്. ഇത് മനസാക്ഷിക്ക് നിരക്കണതല്ല കേട്ടോ. അന്ന് ഇറങ്ങിപ്പോയി, ശരിയാണ്, നീയൊക്കെ ഇറങ്ങിപ്പോയി. അവരെ ഒരുപാട് വേദനിപ്പിച്ചു ഇറങ്ങിപ്പോയ നൂറേണ്. അതിലെ പിന്നെ നൂറയെ കൊണ്ട് ഓരോന്നങ്ങ് ചെയ്യിക്കുകയാണ് ബാക്കിയൊക്കെ. ബുദ്ധിമുട്ടില്ലാത്ത പ്രായമാണല്ലോ. ഞാനും എന്റെ അനിയത്തിയും കൂടെയാണ് പോവുക. ബുദ്ധിയും വിവരവും ഇല്ലാത്ത പ്രായം എന്ത്? 10, 13, 14 വയസ്സുള്ളപ്പോൾ ബുദ്ധിയും വിവരവും ഇല്ലാത്ത എന്ത്? ഒരു കുട്ടിയേക്ക് വരെ 10 വയസ്സ് പോലും ആവാത്ത കുട്ടിയേക്ക് വരെ ബുദ്ധിയും വിവരം ഉണ്ടല്ലോ. എവക്കെന്ത് ബുദ്ധിയും വിവരവും വെക്കാത്തത്? ബാക്കിയൊക്കെ അപ്പോ എന്താ പറയാ, ഒരാള് എന്നോട് ചോദിച്ച് ഒരു കടയിലേക്കുള്ള വഴി കാണിച്ചു തരുമെന്ന് ചോദിച്ചു. അപ്പൊ ഞാന് കാണിച്ചു, ഞാൻ വണ്ടിയാണ്, എനിക്ക് അറിഞ്ഞൂടെ. അതും സൗദി അറേബ്യയിലാണ് കേട്ടോ. സൗദി അറേബ്യയിലാണ്. കത്തി ഇങ്ങനെ കാട്ടുമ്പോൾ അവിടെ വേറെ ആരും കണ്ടില്ലേ? എൻ്റെ പൊന്നു നൂറ, തള്ളുമ്പോൾ കുറച്ചൊക്കെ നീ തള്ളു. നിനക്ക് എന്തിനാണ് ഇങ്ങനെ ഈ ജനങ്ങളെ സപ്പോർട്ട് മേടിക്കേണ്ട ഒരു കാര്യം? നീ ഉള്ള സത്യം പറഞ്ഞ് സപ്പോർട്ട് മേടിയിരിക്കും. ബാക്കിയേക്കാം. ചെറിയ കുട്ടിയാണല്ലോ, 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടി ബുദ്ധിയും വിവരവും. എൻ്റെ പൊന്നെ, 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 10, 13 വയസ്സില്ലേ? നല്ല വിവരമുണ്ട്. ഇന്ന് 5, 6 വയസ്സായ കുട്ടികൾ വരെ പീഡിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരതിൻ്റെതായ രീതിക്ക് അവർ ചെയ്യാൻ നോക്കും. ഇവളെ കൊണ്ടുപോയെന്ന് ഇവള് പറയണേ. ഇവിടെ ഏതാ ഒരു കെട്ടിടത്തിലോ അങ്ങനെയെങ്ങാണ്ട് കൊണ്ടുപോയ കാര്യമൊക്കെ ഇത് പറയുന്നുണ്ട്. ഇത് സംഭവം വെറുതെ. ഇത് പഠിക്കാൻ വേണ്ട സമയത്തൊന്നും അവിടെ വേറെ ആരുമില്ലേ? കത്തിയെടുത്ത് ഇങ്ങനെ കഴുത്തിൽ വെച്ചിട്ട് നീ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞും കൊണ്ട് വിളിച്ചോണ്ട് ആരെങ്കിലും പോവോ? എൻ്റെ പൊന്നോ. ഓർക്കാൻ ഇഷ്ടമല്ലാത്ത ഒരു കാര്യമുണ്ട്. ലൈക്ക് ഞാൻ 2 വട്ടം അബ്യൂസ്ഡ് ആയിട്ടുണ്ട്. ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിട്ടില്ല, എൻ്റെ പാർട്ട്ണറിനോട്. അപ്പം പാർട്ട്ണറായ ആദിലയോടും പിന്നെ പറഞ്ഞത് ആരോടാണ്? അന്ന് കുഞ്ഞനിയത്തി. ഇവർ ചെറിയ കുട്ടികളാണ് ഇതിൻ്റെ ഇളയതുള്ള. അപ്പോൾ ആ ഒരു കുഞ്ഞനിയത്തിയോട് മാത്രമേ പറഞ്ഞോളൂ. അതിനൊന്നും അറിഞ്ഞൂടാ. അങ്ങനെ ഉള്ള ഒരു ഉമ്മാരടുത്ത് പറയൂലേ ഒളിച്ചു വെക്കോ ഇല്ലേ? 13 വയസ്സുള്ളപ്പം ജനങ്ങളെ സപ്പോർട്ടിന് വേണ്ടിയിട്ട് നൂറ ഒരുപാട് കഷ്ടപ്പെട്ടു. ആദില ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് ഇതിൻ്റെ പിന്നിൽ. അങ്ങനെ ഇത് പറഞ്ഞത് പച്ച കള്ളോണ്. ഇങ്ങനെ സംഭവം നടന്നിട്ടേ ഇല്ല, ഇത് വെറുതെയാണ് പറഞ്ഞത് എന്ന് നമുക്കറിയാം. ഇപ്പം അനുവിൻ്റെ കാര്യം ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നുണ്ട്. അനു എന്തുകൊണ്ടാണ് ഇങ്ങനെ മിണ്ടാതെ നടക്കണതിൻ്റെ കാര്യം വേറൊന്നുമല്ല, വൈൽഡ് കാർഡ് കയറിയതിന് ശേഷമൊന്നുമല്ല. അനുമോൾക്ക് സംഭവം ശൈത്യ പരദൂഷണം പറഞ്ഞ് മാറിയതിന് ശേഷം അനുമോളുമായിട്ട് പിരിഞ്ഞല്ലോ. അതുകൊണ്ടുള്ള വിഷമം അത്രയ്ക്ക് അനുമോൾ സ്നേഹിച്ചു പോയി കട്ടപ്പെ. അതുകൊണ്ടാണ് അനുമോൾക്ക് പേടി. ഇനി ആദിലയായിട്ട് വല്ല സൗഹൃദവും കാണിച്ചു കഴിഞ്ഞാൽ ഇനി ഇതുപോലെ സംഭവിക്കും. ശരിയാണ്, അനുമോളെ ഒന്ന് മനസ്സിലാക്ക്. നമുക്ക് ഇവിടെ ഇരുന്ന് പറയാനല്ലേ പറ്റൂ. അനുമോളെ ചതിക്കുകയാണ് ഈ ആദിലെ നൂറേയും കൂടെ. അത് അടുത്തത് അതിനകത്ത് ചതിക്കണേ. വൈൽഡ് കാർഡ് എല്ലാവരും ചതിക്കുകയാണ്. അനുമോളായിട്ട് ഇവിടത്തെ കണക്ക് തന്നെ നിൽക്കാൻ നോക്കുക. ജനങ്ങളെ സപ്പോർട്ടുണ്ട്, ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. അനുമോൾ നിൽക്കും.
നിൽക്കണിടത്തോളം നിൽക്കുക. നമുക്ക് അനുമോള് ജെനുവിനായിട്ടാണ് തോന്നണം. ഇവിടെ എങ്ങനെയാണ് ആ കോമഡിയിലും അതിലും ഇതിലും കാണിക്കണ അനുമോള് തന്നെയാണ് അവിടെ. അല്ലാതെ ഒരു കരച്ചിൽ നാടകമില്ല, ഒരു കുലസ്ത്രീയില്ല. ഇതൊക്കെ ആളുകൾ പറഞ്ഞുണ്ടാക്കണതാണ്. ആ കുട്ടിയെ എത്രത്തോളം തളർത്താൻ പറ്റുമോ അത്രത്തോളം തളർത്തിക്കൊണ്ടിരിക്കണം. അനുമോള് തളരരുത്. അനുമോൾക്ക് സപ്പോർട്ട് ജനങ്ങളുണ്ട്. ഹോട്ട്സ്റ്റാറിൽ വോട്ട് ചെയ്ത് ആരാണ് ഓണത്തിന് സദ്യ ഉണ്ടാക്കണത്, അത് ആര് വേണമെന്ന് ചോദിച്ചപ്പോൾ അനുമോള് മതി. വോട്ട് കൂടുതൽ അനുമോൾക്ക് നല്ല സപ്പോർട്ടാണ്. അവൾ നല്ല മിടുക്കി കുട്ടിയാണ്. ക്യാമറയ്ക്ക് മുന്നിൽ ചെന്നിട്ട് അവൾക്ക് എന്തോ ഒരു സന്തോഷം. ഒന്നുമല്ല, അനീഷിൻ്റെ സന്തോഷം കാണുമായിരുന്നു. ആര്? അഭിലാഷിനും ഭയങ്കര സന്തോഷമായിരുന്നു. അഭിലാഷ് സപ്പോർട്ട് കുറച്ചൊക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ. ചിലത് പറയാനുള്ള കാര്യമൊക്കെ അങ്ങോട്ടൊക്കെ മാറിയെന്ന് പരദൂഷണം പറയണമെങ്കിലും അഭിലാഷ് നല്ലതുപോലെ തന്നെ പറഞ്ഞാൽ നോക്കുന്ന കണക്കിന് ചെയ്യിച്ചെന്ന് ക്യാമറയുടെ മുന്നിൽ പറയും. അതുപോലെ അനീഷിന് ഭയങ്കര സന്തോഷമായ അനുമോളെ തിരഞ്ഞെടുത്തതിൽ. അവൾ നല്ല വൃത്തിയുള്ള മോളാണ്. അവൾ രാവിലെ എഴുതിച്ച് കുളിച്ച് സുന്ദരിയായി ഒരുങ്ങി നിന്നപ്പോഴാണ് ഈ ഒരു ന്യൂസ് കേൾക്കണത്. അനുമോള് ഭയങ്കര ഹാപ്പിയായി. അവൾ ചെന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറയുന്നുണ്ട്, ഞാൻ എല്ലാവരെയും സമ്മതം ചെയ്തു. ഓരോന്നിനൊക്കെ മുഖം ഇങ്ങനെ കുട്ടക്കി വെച്ചും കൊണ്ടിരിക്കുകയാണ് അനുമോളെ തിരഞ്ഞെടുത്തത് കൊണ്ട്. അനുമോള് പായസം വെക്കാമെന്ന് ക്യാമറയ്ക്ക് മുന്നിൽ പറഞ്ഞു. ബാക്കിയുള്ള മോന്ത വലിച്ചിറക്കണോളും ഫേക്ക് ഗെയിം കളിക്കണോളും നീയൊക്കെ എനിക്കൊന്നും പറയാനില്ല. ആദില നൂറ വെറും ഫേക്കാണ്. അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യണവർ അനുമോൾക്ക് തന്നെ ചെയ്യണം. വേറെ ആർക്ക് വോട്ട് കൊടുക്കരുത്. അനുമോളെ തന്നെ സപ്പോർട്ട് ചെയ്യണം. അനുമോൾ ഒരു പാവം കുട്ടിയാണ്. അവൾ കരച്ചിൽ നാടകമൊന്നുമില്ല. അവൾ ഇവിടെ കരയുന്ന കണക്ക് തന്നെയാണ് അവിടെ പെട്ടെന്ന് സങ്കടം വരുന്ന ഒരു കുട്ടിയാണ്. അല്ലാതെ എനിക്ക് അനുമോളെ പറ്റി പൊക്കി പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ അനുമോൾ പാവയെ കൊണ്ട് നടക്കണമെന്നും പറഞ്ഞ് ഓരോ കിളവന്മാരൊക്കെ വീഡിയോ ചെയ്യുന്നത് ഈ ആണുങ്ങൾക്ക് ഭയങ്കര അസൂയാണ്. ഉള്ളത് പറയാല്ലേ, ഈ പെൺകുട്ടികൾ അവർ ജയിച്ച് മുന്നേറുന്നത് ഈ ആണുങ്ങൾക്ക് ഇത്ര അസൂയ എന്താ? അതിനകത്ത് ഫുള്ള് കിടന്ന് കാണിക്കാൻ ആണും പെണ്ണും ഉണ്ട് കേട്ടോ. അനുമോൾ പാവയെ കൊണ്ടുപോയെന്നും പറഞ്ഞ് ഒരേ കിളവന്മാരൊക്കെ വീഡിയോ ചെയ്യുന്നുണ്ട്. അനുമോൾ പാവയല്ലേ കൊണ്ടുപോയോളൂ, അല്ലാതെ അനുമോൾ പുതപ്പിനകത്തൊന്നും കയറി ഇരുന്നില്ലല്ലോ. വൃത്തികെട്ട വേലയ്ക്കൊന്നും അനുമോൾ ഇരുന്നില്ല. അനുമോൾ അങ്ങനെ ചെയ്തില്ല. പിന്നെ ഓരോരുത്തരെ എടുത്ത് തട്ടിക്കൊണ്ട് അതിനകത്ത് നടക്കും കണക്ക് ആരെയും എടുത്ത് അനുമോള് വേറെ ആരെയും ഇടിപ്പി തട്ടിക്കൊണ്ട് നടക്കണില്ല. അനുമോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാവയല്ലേ വെച്ചോള്, വേറൊന്നും ചെയ്തില്ലല്ലോ ഇത്രത്തോളം പറയാൻ. പിന്നെ ആ കണക്കിന് ആദിലയും നൂറയും കൊണ്ട് കിടക്കണത് അതൊക്കെ പറയുമ്പോൾ കുറച്ചൊക്കെ ഒന്ന് തള്ളുമ്പോൾ കുറേയൊക്കെ ഒന്ന് ഒരു രീതിക്ക് തള്ളണം. ആദിലയും നൂറ എപ്പോഴും കൊണ്ട് നടക്കുന്നുണ്ട്. അപ്പം അനുമോൾ ഒരു പാവയെ കൊണ്ട് ഇങ്ങനെ ഇടുപ്പിൽ വെച്ചുകൊണ്ട് നടക്കണതാണ് കുഴപ്പം. വേറെ എന്തല്ല അതിനകത്ത് കാണിച്ച് കൂട്ടണം, അതിനൊന്നും ഒരു കുഴപ്പവും ഇല്ല. അതുപോലെ വൃത്തികെട്ട ചേഷ്ടകൾ കാണിക്കുന്നുണ്ട് അതിനകത്ത്. പിന്നെ വൃത്തികെട്ട അങ്ങേ അറ്റത്തെ തരം അപ്പാനി ശരത്ത് വിളിച്ച്, അതുപോലെ മസ്താനി ചില്ലൂറിനെ നടുവിരൽ വൃത്തികെട്ട രീതിക്ക് അതങ്ങനെ കാണിച്ച്, അതൊക്കെ ഭയങ്കര വൃത്തികേടാണ്. അതിനെയൊക്കെ അപ്പോഴേ ഇറക്കി വിടാനുള്ളതാണ്. ഉള്ള കാര്യം അനുമോള് പറഞ്ഞത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അത് അനുമോള് പറഞ്ഞത് ജനങ്ങൾ മൊത്തം കണ്ടതുമാണ്. ഓരോരുത്തരും അതെടുത്ത് വെച്ച് വീഡിയോ ചെയ്തവരുമാണ്, ഓരോരുത്തരെ മുന്നിലേക്ക് എത്തിച്ചതുമാണ്. പിന്നെ എന്തിനാണ് പറയണത്? അങ്ങനെ അങ്ങ് അനുമോളെ ഇറക്കി വിടുമെങ്കിൽ വിടട്ടെ. എന്തെല്ലാം അതിൻ്റെ അപ്പുറ വേലകൾ അവിടെ കാണിച്ച് അവർക്ക് കാണിക്കണത് വിളിച്ച് പറഞ്ഞൂടാ. വിളിച്ച് പറഞ്ഞാൽ അത് കുറ്റാവും. അത് കൊള്ളാമല്ലോ. കള്ളത്തരം പിടിക്കുമ്പോൾ അത് കുറ്റാവും. അല്ലാതെ ഉള്ളത് പ്രവർത്തികൾ കാണിക്കുമ്പോൾ ഒരു കുഴപ്പവും ഇല്ല അല്ലേ?